ഹരേ കൃഷ്ണ. പ്രിയമിത്രങ്ങൾക്ക് പാലാഴിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചാർധാം യാത്രയിലെ 2 ധാമങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ബാക്കിയുള്ള 2 ധാമിനെ കുറിച്ചുകൂടെ ആണ് ഞാൻ പറയുന്നത്. ബദരിധാമും കേദാർനാഥും. ചാർധാം യാത്രയിലെ 3ാമത്തെ ധാമാണ് ബദരിധാം. ബദരിനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാണ കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. അതിൽ ഒരു ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോകനന്മയ്ക്കായി മഹാവിഷ്ണു ഈ സ്ഥലത്തിരുന്ന് കഠിനമായി തപസ് ചെയ്തു. തപസ്സിൽ മുഴുകിയ ഭഗവാനെ കഠിനമായ വെയിലിൽ നിന്നും മഞ്ഞിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ലക്ഷ്മി ദേവി ഒരു ബദരി വൃക്ഷം, അതായത് ഇലന്ത വൃക്ഷമായി മാറി ഭഗവാന് തണലേകി. ദേവിയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ഈ സ്ഥലം ഇനി മുതൽ തന്റെയും ദേവിയുടെയും പേരിൽ ബദരീനാഥ്, അതായത് ബദരി വൃക്ഷത്തിന്റെ നാഥൻ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് ദേവിയെ അനുഗ്രഹിക്കും. ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായിട്ട് വിഷ്ണു ഭഗവാൻ, നരൻ, നാരായണൻ എന്നീ 2 ഋഷിമാരായി ഇവിടെ അവതാരമെടുത്തു. അവർ ഭാരതവർഷത്തിന്റെ നന്മയ്ക്കായി ഇവിടെയുള്ള നീലകണ്ഠ പർവ്വതത്തിന് സമീപം കഠിനമായ തപസ് അനുഷ്ഠിക്കും. ഈ നരനാരായണന്മാരാണ് പിന്നീട് ദ്വാപരയുഗത്തിൽ കൃഷ്ണനായും അർജുനനായും പുനർജനിച്ചതെന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ഈ പ്രദേശം ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ ഭംഗിയിൽ ആകർഷിതനായ വിഷ്ണു ഭഗവാൻ ഒരു ചെറിയ കുട്ടിയുടെ വേഷത്തിൽ വന്ന് ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ പാർവതി ദേവി കുട്ടിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നീട് ശിവനും പാർവതിയും പുറത്തുപോയ സമയത്ത് കുട്ടി വാതിൽ അകത്തു നിന്നും അടയ്ക്കും. തുടർന്ന് ശിവപാർവതിമാർക്ക് ഈ സ്ഥലം വിഷ്ണുവിനായി ഒഴിഞ്ഞുകൊടുത്ത് കേദാർനാഥിലേക്ക് മാറേണ്ടി വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ബദരി വൃക്ഷത്തിന്റെ കഥയായി പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ നാരദ മഹർഷി മഹാവിഷ്ണുവിനെ ലക്ഷ്മി ദേവി കാലി തിരുമ്മി പരിചരിക്കുന്നത് കാണാനിടയായത്രേ. ഇതിൽ ലജ്ജ തോന്നിയ ഭഗവാൻ പ്രായശ്ചിത്തമായി ഹിമാലയത്തിലെ കഠിനമായ തണുപ്പുള്ള കാട്ടിലേക്ക് തപസ് ചെയ്യാനായി പോയി. ഭഗവാൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഠിന തപസ്സിൽ മുഴുകിയപ്പോ അദ്ദേഹത്തെ മഞ്ഞിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായി ലക്ഷ്മി ദേവി അവിടെ ബദരി വൃക്ഷമായി മാറി തണൽ വിരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങളോളം കഠിനമായ മഞ്ഞുവീഴ്ചയും കാറ്റും ദേവി ഈ വൃക്ഷരൂപത്തിൽ സഹിക്കും. തപസ് പൂർത്തിയാക്കി കണ്ണു തുറന്ന ഭഗവാൻ മഞ്ഞു മൂടി നിൽക്കുന്ന ദേവിയെ കണ്ട് ദുഃഖിതനാകും. ദേവിയുടെ ഈ വലിയ ത്യാഗത്തിന് പകരമായി ഈ സ്ഥലം ഇനി മുതൽ തന്റെ മാത്രം പേരിലല്ല, ദേവിയുടെ പേര് ചേർത്ത് ബദരീനാഥ് എന്ന് അറിയപ്പെടുമെന്ന് ദേവൻ പ്രഖ്യാപിക്കും. മറ്റൊരു കഥയിൽ പറയുന്നത്, ഗംഗാനദി ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ആ ശക്തമായ ഒഴുക്ക് താങ്ങാൻ ഭൂമിക്ക് കഴിയാതെയായി. ഗംഗയുടെ വേഗത കുറയ്ക്കാനായി നദിയെ 12 കൈവഴികളായി വിഭജിച്ചുവെന്നും അതിൽ ഒരു പ്രധാന കൈവഴിയാണ് ബദരീനാഥിലൂടെ ഒഴുകുന്ന അളകനന്ദ എന്നുമാണ് പറയുന്നത്. ബദരി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി റാവൽ അല്ലെങ്കിൽ റാവൽജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബദരീനാഥ് ഭഗവാന്റെ വിഗ്രഹത്തിൽ തൊട്ട് പൂജ ചെയ്യാൻ അവകാശമുള്ള ഏക വ്യക്തി റാവൽജിയാണ്. അദ്ദേഹത്തെ ഭഗവാന്റെ പ്രതിപുരുഷനായിട്ടാണ് ഭക്തർ കാണുന്നത്. നിലവിലെ പൂജാരി കണ്ണൂർ ചെറുതാഴം സ്വദേശിയായ അമർനാഥ് നമ്പൂതിരിയാണ്. ഇവിടത്തെ തപ്തകുണ്ട് അഗ്നിദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഗ്നിദേവന്റെ കഠിനമായ തപസ്സില് മഹാവിഷ്ണു പ്രസാദിച്ച് അഗ്നിദേവന് ഒരു വരം നൽകുകയുണ്ടായി. അഗ്നിദേവൻ അതിനാൽ ഈ കുളത്തിൽ ജലരൂപത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇത് അഗ്നി തീർത്ഥം എന്നും അറിയപ്പെടുന്നുണ്ട്. ഭഗവാൻ ബദരീനാഥൻ ഇവിടെ വിഗ്രഹരൂപത്തിൽ മാറുന്നതിന് മുൻപ് ഈ കുളത്തിൽ നീരാട്ട് നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇതിൽ സ്നാനം ചെയ്യുന്നത് വഴി ചെയ്ത പാപങ്ങളെല്ലാം കഴുകിപ്പോകുമെന്നും ഗരുഡ പുരാണത്തിലും പ്രതിപാദിക്കുന്നു. ചാർധാം യാത്രയിലെ 4ാമത്തെ ധാമാണ് കേദാർനാഥ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഹിമാലയൻ പർവ്വതനിരകളില് മന്ദാകിനി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് കേദാർനാഥ്. ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ഇവിടം ചാർധാം തീർത്ഥാടന കേന്ദ്രത്തിൽ ഉൾപ്പെടുന്നു. കേദാർനാഥിൽ ഹിമാലയൻ ഗഡ്വാൾ പർവ്വതനിരകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മന്ദാകിനി നദീതീരത്ത് ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഭക്തർക്കായി ഈ ക്ഷേത്രം തുറന്നു കൊടുക്കാറുള്ളൂ.
ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തി ഉഖീമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. ശങ്കരാചാര്യർ പുനർനിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യപരമായി പറയുന്നത്, പണ്ട് മോക്ഷപ്രാപ്തിക്കായി പാണ്ഡവർ പരമശിവനെ തേടി കൈലാസത്തിലെത്തിയെന്നും എന്നാൽ അദ്ദേഹം അവിടെ നിന്നും പാണ്ഡവർക്ക് ദർശനം നൽകാതെ പോവുകയും ചെയ്തു എന്നാണ്. ഭഗവാനെ അന്വേഷിച്ച് യാത്ര തുടർന്ന പാണ്ഡവർ ഹിമാലയത്തിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളുടെ കൂട്ടത്തെ കാണാനിടയായി. അതിൽ ഭഗവാൻ ഒരു കാളയായി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവര് മനസ്സിലാക്കി. ഉടനെ തന്നെ ഭീമസേനൻ ഭീമാകാരനായി ഗോക്കൂട്ടത്തിന് മുകളിൽ നിലകൊള്ളുകയും ചെയ്തു. ആ സമയം ശിവഭഗവാൻ കാളയുടെ രൂപത്തോടെ ഭൂമിക്കടിയിലേക്ക് മറയാൻ ശ്രമിക്കും. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ കാളയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും അതിലെ മുതുകിലെ മുഴയിൽ പിടിച്ചു നിർത്തുകയും ചെയ്യും. ഭീമൻ തൊട്ടപ്പോൾ ആ ഭാഗം പാറയായി മാറി. പിന്നീട് പാണ്ഡവർ അവിടെ ഒരു ക്ഷേത്രം പണിതു. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ശങ്കരാചാര്യർ അന്നുണ്ടാക്കിയ നിയമവും വ്യവസ്ഥകളും തന്നെയാണ് ഇന്നും കേദാർനാഥിൽ പിന്തുടരുന്നത്. 2013 പ്രളയം ജൂൺ മാസം 16, 17 തീയതികളിൽ പെട്ടെന്നുണ്ടായ പ്രതീക്ഷോഭത്തില് കേദാർനാഥ് താഴ്വാരമടക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. അതിശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഗ്രാമീണരും തീർത്ഥാടകരുമടക്കം അനേകായിരം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ബഹുനില കെട്ടിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഹോട്ടലുകളും എല്ലാം തകർന്ന് ഒലിച്ചുപോയി. എന്നാൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇന്നും ക്ഷേത്രം നിലനിൽക്കുന്നു. അന്ന് 10,000-കണക്കിന് തീർത്ഥാടകരെയും ഗ്രാമീണരെയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകളാണ് രക്ഷിച്ചത്. കേദാർനാഥ് ക്ഷേത്രത്തിന്റെ തൊട്ടുപുറകിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ പാറയാണ് ഭീംശില. 2013 ചോരാബാരി തടാകം പൊട്ടിയുണ്ടായ വെള്ളപ്പൊക്കത്തില് മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന കൂറ്റൻ പാറക്കല്ലുകളെയും ചെളിയെയും തടഞ്ഞു നിർത്തിയത് ഈ ശിലയാണ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ ക്ഷേത്രത്തിന് ഇരുവശങ്ങളിലേക്കും തിരിച്ചുവിട്ട് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരാതെ ഈ ശില ക്ഷേത്രത്തെ സംരക്ഷിച്ചു. മഹാഭാരതത്തിലെ പാണ്ഡവനായ ഭീമനുമായി ഈ പാറ ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഭീമൻ ഈ പാറ ഇവിടെ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. ഭീംശില ക്ഷേത്രത്തിന് ഇന്നും ഒരു സംരക്ഷണ കവചമാണ് ഒരുക്കുന്നത്. ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായി തീർത്ഥാടകർക്ക് ഈ ഭീംശില കൂടെ ദർശിക്കാനാകും. കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് നേരിട്ട് റോഡ് മാർഗമൊന്നുമില്ല കേട്ടോ. ഏറ്റവും അടുത്തുള്ള റോഡ് ഗൗരികുണ്ടാണ്. ഗൗരികുണ്ട് മുതൽ ക്ഷേത്രം വരെ ഏകദേശം 16 കിലോമീറ്ററോളം ദൂരം കാൽനടയായോ കുതിര പല്ലക്ക് മുഖേനയോ യാത്ര ചെയ്യേണ്ടി വരും. കൂടാതെ ഹെലികോപ്റ്റർ സേവനങ്ങളും ലഭ്യമാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളമാണ്. റെയിൽവേ സ്റ്റേഷൻ ഋഷികേശിലുമാണ്. ചാർധാം യാത്രയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഇവിടെ പൂർത്തിയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ 4 ധാമങ്ങളിലൂടെ ഈ 4 പുണ്യതീർത്ഥങ്ങളിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം കൈവന്ന സന്തോഷത്തിലാണ് ഞാൻ. എല്ലാ ഭക്തരും ഒരിക്കൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ശ്രമിക്കണം. മനസ്സ് നിറഞ്ഞ സന്തോഷവും സമാധാനവും നൽകുന്ന അന്തരീക്ഷമാണ് ഓരോ ധാമവും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.